ഹലോ ഹബീബി. നാടുകാണി ഇന്ന് കാണാൻ പോകുന്നത് ബഹ്റിൽ തന്നെ അറിയപ്പെടുന്ന ഡ്രാഗൺ റോക്സ് കാണാനാണ്. കുറച്ച് നാളായി ഡ്രാഗൺ റോക്സ് ഒന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന് സമയം കിട്ടി. എന്നാൽ പൊക്കളയാമെന്ന് ഞാനും കരുതി. അങ്ങനെ സുധീഷിനെ ആർഷയെ ഒപ്പം കൂട്ടി ഞങ്ങൾ 5 പേരും കൂടെ ഡ്രാഗൺ റോക്സ് കാണാനായി എത്തി. വണ്ടി നമ്മൾ താഴെ ഇട്ടിട്ട് കുറച്ച് ദൂരം ഒന്ന് നടക്കണം. നടന്നതേ ഇങ്ങോട്ട് വരുമ്പോൾ അതിമനോഹരമായ കാഴ്ച. ഞാൻ പല ആംഗിളിൽ നിന്ന് നോക്കി, പക്ഷേ ഡ്രാഗൻ്റെ ഷേപ്പ് കാണുന്നില്ല. പക്ഷേ ഈ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഡ്രാഗൻ്റെ ഷേപ്പായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ചുറ്റും നടന്നു. പാറയുടെ സൈഡും മുക്കും മൂലയും എല്ലാം കണ്ടു. കുറേ നല്ല വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഈ 2 പാറകൾ തമ്മിൽ യോജിക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഇതിൽ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇതുവഴി ആർഷ സിമ്പിളായിട്ട് വന്നു. ഞാനും കുക്കും കുറച്ച് പാടുപെട്ട് ഇറങ്ങി വരാനായി. സുധീഷ് പിന്നെ അതിന് മെനക്കെട്ടതേയില്ല. പിന്നെ എനിക്കൊരാഗ്രഹം, നമ്മുടെ തനി സ്വഭാവം നമ്മൾ കാണിക്കുമല്ലോ. അവിടെ വന്നു കഴിഞ്ഞപ്പം ആ പാറയ്ക്കകത്ത് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല, വരഞ്ഞ് പിടിച്ച് മേളിൽ കയറി. എന്നിട്ട് താഴേക്ക് നോക്കിയപ്പോൾ എന്താ, ഇതാ വരുന്ന കുക്കു എൻ്റെ പുറകെ. അങ്ങനെ ഞാനും കുക്കുവും ഇതിന് കുറച്ച് മുകളിലേക്ക് കയറി. അപ്പോൾ വീണ്ടും ഒരാഗ്രഹം, കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയാലോ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, കാറ്റടിച്ച് മിക്കവാറും ഞാൻ തറയിൽ പോകുന്നു. അത്രയ്ക്ക് കാറ്റായിരുന്നു. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽസ്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? കുക്കു ഇതിൻ്റെ മുകളിലേക്ക് കയറിയില്ല, അതിന് തൊട്ട് താഴെയായിട്ടാണ് കുക്കു നിന്നത്. ഹായ് സുധീഷ്. താഴെ സുധീഷും ആർഷയും കല്ലുമ്മയുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. താഴെ നിന്ന് ഒരുപാട് കാഴ്ചകളുണ്ട്. ആ റോക്സിൻ്റെയൊക്കെ ഭംഗി നിങ്ങളൊന്ന് ആസ്വദിക്കുക. അപ്പോൾ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.